ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാളം അടിസ്ഥാന പാഠാവലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ അടിസ്ഥാന പാഠാവലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 5 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് അതൊക്കെ കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. ആ സമയം ചോദ്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾ സമയം ഉപയോഗിക്കുക. അപ്പോൾ മലയാളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചോദ്യങ്ങൾ കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുക്കും ചിലവർ. അങ്ങനെയുള്ളവരൊക്കെ ഈ സമയം ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ ഉപയോഗിക്കുക. അതേപോലെ തന്നെ ആസ്വാദനക്കുറിപ്പൊക്കെ പെട്ടെന്ന് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല അതിൻ്റെ ആശയം. അപ്പോൾ ഒന്നുകൂടി വായിച്ച് നോക്കുക. ഓക്കെ. അപ്പോൾ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഈ സമയത്ത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് 6 പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 5 പ്രവർത്തനം എഴുതാനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുള്ള 5 പ്രവർത്തനങ്ങൾ നിങ്ങൾ റൗണ്ട് ഇട്ട് വെക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം ശ്രമിക്കാം. ഓക്കെ. പിന്നെ നമ്മൾ മലയാളം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ടി വരും. സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് എഴുതേണ്ട കാര്യങ്ങളായിരിക്കും ഒരു 2-3 ചോദ്യങ്ങൾ. അതായത് അനുഭവക്കുറിപ്പ്, ഡയറി, അതേപോലെ തന്നെ എന്തെങ്കിലും വർണ്ണന, അതൊന്നും പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കില്ല അടിസ്ഥാന പാഠാവലിയിൽ വരിക. എന്നാൽ പാഠഭാഗത്തിൻ്റെ ആശയവുമായി ബന്ധമുണ്ടാവും. എന്നാൽ നമ്മൾ പുറത്തുനിന്നുള്ള ചോദ്യങ്ങളായിരിക്കും. ഒരു 2 എണ്ണം എന്തായാലും നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാം. സ്വന്തം അനുഭവക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു വിനോദയാത്ര പോയാൽ നമുക്ക് മറക്കാൻ പറ്റാത്ത അനുഭവം, അതൊക്കെ എല്ലാ ചോദ്യത്തിലും നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ കുറച്ച് ചിന്തിച്ച് എഴുതണം. അപ്പോൾ ആ സമയങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ ഇത്രയും സമയം ഇതിനൊക്കെ വേണം എന്ന് നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാവണം. ഓക്കെ. അപ്പോൾ നമ്മൾ 4ാം ക്ലാസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് 5ാം ക്ലാസ്സിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ചോദ്യപേപ്പറിൻ്റെ മാതൃകയൊക്കെ മാറി. അപ്പോൾ നിങ്ങളിപ്പോൾ മുതിർന്ന കുട്ടികളെ പോലെ തന്നെ ഇനി അങ്ങോട്ട് നിങ്ങൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ചോദ്യങ്ങളൊന്ന് വായിച്ച് നോക്കാം. ഡയറി കുറിപ്പാണ് പ്രവർത്തനം 1. അപ്പോൾ ഡയറി കുറിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ അതിനുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. ഡയറി കുറിപ്പ് നമ്മൾ ഇംഗ്ലീഷിലായാലും ഹിന്ദിയിലായാലും മലയാളത്തിലായാലും നമ്മൾ എന്ത് എഴുതണം? ആദ്യം ഡേറ്റ് എഴുതണം, പിന്നെ ആ ദിവസത്തിൻ്റെ പേരും എഴുതണം, പിന്നെ പറ്റുമെങ്കിൽ സമയവും എഴുതണം. സമയം ഡയറി എഴുതുന്ന സമയം മിക്കവാറും രാത്രി ആയിരിക്കും അല്ലേ? അപ്പോൾ ആ സമയം എഴുതുക. ഓക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഡേറ്റ്, അതേ ദിവസം, സമയം, ഇത് നിങ്ങൾ മറന്നു പോകരുത്. പിന്നെ ഞാൻ എന്നെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നിങ്ങൾ നിൽക്കേണ്ടത്. ഞാൻ ഇന്ന് ഇത് ചെയ്തു, ഞാനിത് അങ്ങനെ പോയി, എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായി, ഇന്ന് മറക്കാൻ പറ്റാത്ത അനുഭവമാണ്, അല്ലെങ്കിൽ എനിക്കിന്ന് ഭയങ്കര സന്തോഷമുള്ള അനുഭവമാണ്, ഇന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തി എഴുതാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ചോദ്യം എന്താ നോക്കാം. ജലച്ചിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടാണ് മാളു ഉണർന്നത്. കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് ജാലകം തുറന്ന് അവൾ പുറത്തേക്ക് നോക്കി. മുറ്റത്തെ കൊച്ചു മരച്ചില്ലകളിൽ അമ്മക്കിളി അവളെ തന്നെ നോക്കി ചിലച്ചുകൊണ്ടിരുന്നു. ഞാനിവിടെ ഉണ്ടേ എന്ന ഭാവത്തിൽ പയർച്ചെടി തലയാട്ടുന്നു. മാളു ഉണർന്നപ്പോൾ മുതൽ കണ്ട കാഴ്ചകൾ നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ ദിവസത്തിൻ്റെ തുടക്കം എങ്ങനെയാണ്? നിങ്ങളുടെ ഒരു ദിവസത്തെ സംഭവങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ മാളു ഉണർന്നപ്പോൾ കണ്ട കാഴ്ചകളാണ് ഈ വിവരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ അനുഭവങ്ങൾ, ഒരു ദിവസത്തെ അനുഭവങ്ങൾ, അത് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഡയറി കുറിപ്പ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തത് വിവരണമാണ്. വിവരണം എന്താണ്? കണ്ണടച്ചോ, അച്ഛൻ നെഞ്ചിടിപ്പോടെ പറഞ്ഞു. അവൻ കൈകൾ കൊണ്ട് കണ്ണ് പൊത്തി. എങ്കിലും കൈവിരകൾ മെല്ലെ നീക്കി. കൗതുകത്തോടെ ആ കാഴ്ച കാണാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല. നീലക്കുന്നിലെ കുട്ടി കണ്ട അത്ഭുത കാഴ്ച നിങ്ങൾ ഓർക്കുന്നില്ലേ? മനോഹരമായ ആ കാഴ്ചയുടെ ഒരു വിവരണം തയ്യാറാക്കൂ. അപ്പോൾ എന്താണ് നീലക്കുന്ന്? ആ ഒരു പാഠഭാഗത്തിലെ പ്രധാന ആശയം എന്താണ് പ്രധാന? മഴവില്ല് വരയ്ക്കുന്നവർ എന്ന കഥയിലെ ആശയം എന്താണ്? മറ്റു കുന്നുകളിലുള്ള മനുഷ്യരെ കാണുകയോ മിണ്ടുകയോ ചെയ്യാത്തവരാണ് കഥയിലെ മുതിർന്നവർ. അപ്പോൾ മറ്റു കുന്നുകളിലെ മനുഷ്യരെ കണ്ടാൽ അവർ കണ്ട ഭാവമേ നടിക്കുകയില്ല. ഓക്കെ. മറ്റു കുന്നുകളിലുള്ള മനുഷ്യരെ കണ്ടാൽ കാഴ്ചശക്തി നഷ്ടപ്പെടുമെന്ന അന്ധവിശ്വാസത്തെ കൊണ്ടു നടക്കുന്നവർ. അപ്പോൾ അവർക്കൊരു എന്തുകൊണ്ടാണ് അവർ കണ്ട ഭാവം നടിക്കാത്തത്? മറ്റുള്ള കുന്നുകളിലെ മനുഷ്യരെ കണ്ടാൽ അവരുടെ കാഴ്ചശക്തി പോകുമെന്നൊരു തെറ്റായ ധാരണ അവർ
അവർക്കുണ്ടായിരുന്നു. ഏത് സാഹചര്യത്തിലും തങ്ങളുടെ വിശ്വാസം മാറ്റാൻ അവർ തയ്യാറായില്ല. മാത്രവുമല്ല അവർ ആചരിച്ചു പോരുന്ന ആ വിശ്വാസം അവർ കുട്ടികളിലേക്കും അടിച്ചേൽപ്പിക്കുകയാണ്. സ്വന്തം കാര്യങ്ങൾ മാത്രം ചെയ്യാൻ താല്പര്യമുള്ള കഥയിലെ മുതിർന്നവർ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നവരാണ്. എന്നാൽ കഥയിലെ കുട്ടികൾ മുതിർന്നവരെ പോലെയല്ല. അവർക്ക് മറ്റു കുന്നുകളിലെ കുട്ടികളെ കാണാനും അവരോടൊത്ത് കൂട്ടുകൂടാനും കളിക്കാനും ഇഷ്ടപ്പെടുന്നവരാണ്. വ്യത്യസ്ത നിറങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ കുട്ടികൾ മുതിർന്നവരുടെ വിലക്കുകളെയും അന്ധവിശ്വാസങ്ങളെയും തകർത്തെറിയുന്നു. അവർ പരസ്പരം സ്നേഹവും സന്തോഷവും ഭക്ഷണവും പങ്കുവച്ചു. കുസൃതികളാണെങ്കിലും ആപത്തിൽപ്പെടുന്ന കൂട്ടുകാരെ സഹായിക്കാൻ അവർക്ക് നിറമൊന്നും പ്രശ്നമല്ല. അതിർത്തികളും നിറഭേദങ്ങളും വിലക്കുകളുമൊന്നും കഥയിലെ കുട്ടികളുടെ ലോകത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ അവർ മുതിർന്നവരുടെ വേർതിരിവെല്ലാം ഇല്ലാതാക്കി. അപ്പോൾ ഇതാണ് ആ കഥയിലെ ആശയം. ഇവിടെ നമ്മളോട് ചോദിച്ച എന്താണ്, നമ്മളോട് പറഞ്ഞത് അച്ഛൻ നെഞ്ചിടിപ്പോടെ, അച്ഛന് ഭയങ്കര പേടി. അച്ഛൻ നെഞ്ചിടിപ്പോടെ പറയാണ്, കണ്ണടച്ചോ നീങ്ങി ആ കാഴ്ചകളൊന്നും കാണണ്ട എന്നതിൽ അച്ഛൻ പറയാണ്. അപ്പോൾ പക്ഷേ അവനെന്താക്കി മെല്ലെ ഒന്ന് ആ കാഴ്ച കാണാൻ ഒരു മനസ്സിലെപ്പോഴും ഒരു ആകാംക്ഷ ഉണ്ടാവല്ലോ, കാണരുത് എന്ന് പറഞ്ഞ കാഴ്ച എന്തായിരിക്കും എന്ന് അറിയാനുള്ളൊരു കൗതുകം. അപ്പോൾ അവൻ ആ നീലക്കുന്നിൽ അത്ഭുത കാഴ്ച കാണുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയുടെ വിവരണമാണ് നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞത്. അപ്പോൾ നിറയെ കുന്നുകളുള്ള ആ നാട്ടിലെ ഓരോ കുന്നിനും ഓരോ നിറമായിരുന്നു. ഓരോ കുന്നിലും പാർത്തിരിക്കുന്ന മനുഷ്യർക്കും മൃഗങ്ങൾക്കും മരങ്ങൾക്കും കിളികൾക്കുമെല്ലാം ആ കുന്നിൻ്റെ തന്നെ നിറമായിരുന്നു. അപ്പോൾ അവിടുത്തെ കുന്നിൻ്റെ പ്രത്യേകത എന്താണ്? ഓരോ കുന്നിനും എന്താണ്, നിറയെ കുന്നുണ്ട് ആ നാട്ടിൽ. പക്ഷെ ഓരോ കുന്നിനും എന്താണ്, ഓരോ നിറമാണ്. അപ്പോൾ ഓരോ കുന്നിലെ അവിടെ താമസിച്ചിരിക്കുന്ന മനുഷ്യർക്ക് മൃഗങ്ങൾക്ക് മരങ്ങൾക്ക് കിളികൾക്കൊക്കെ എന്തായിരുന്നു, ആ കുന്നിൻ്റെ നിറമായിരുന്നു. മഞ്ഞ കുന്നാന്ന് വെച്ചാൽ മഞ്ഞ നിറം എല്ലാവർക്കും അല്ലേ. ഒരു കുന്നിൽ താമസിച്ചിരുന്നവർ മറ്റു കുന്നുകളിലേക്ക് പോയതേ ഇല്ല. കാരണം ഒരു കുന്നിലെ മനുഷ്യർ മറ്റു കുന്നുകളിലെ മനുഷ്യരെ കണ്ട കാഴ്ചശക്തി പോകുമെന്നായിരുന്നു ഓരോ കുന്നുകാരുടെയും അന്ധവിശ്വാസം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നീലക്കുന്നിലെ ഒരു നീല അച്ഛനും ഒരു നീല മകനും കൂടി നടക്കാൻ പോയി. കാഴ്ച കണ്ടും കഥകൾ പറഞ്ഞു നടന്ന് അവർ നടന്ന് അറിയാതെ കുന്നിൻ്റെ അടുത്തെത്തി. അപ്പോഴാണ് മഞ്ഞക്കുന്നിൽ നിന്ന് ഒരു മഞ്ഞപ്പന്ത് ഉരുണ്ട് വന്നത്. പിന്നാലെ ഒരു മഞ്ഞക്കുട്ടിയും. കണ്ണടച്ചോ എന്ന് അച്ഛൻ നെഞ്ചിരിപ്പോടെ അവനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞത് കണ്ട് കൈകൾ കൊണ്ട് കണ്ണുകൾ രണ്ടും പൊത്തിയെങ്കിലും ആ മഞ്ഞക്കുട്ടിയെ നോക്കാതിരിക്കാൻ അവനായില്ല. അവൻ കണ്ണുകൾ പൊത്തിയിരുന്ന കൈവിരലുകൾ മെല്ലെ നീക്കി ആ മഞ്ഞക്കുട്ടിയെ കണ്ടു. അവൻ്റെ ശരീരം മുഴുവൻ മഞ്ഞയാണ്. കണ്ണുകളും തലമുടികളെല്ലാം മഞ്ഞ നിറത്തിലാണ്. ആ മഞ്ഞ നിറത്തിൽ എത്ര സുന്ദരനാണ് അവൻ. അവനെ തന്നെ നോക്കി നീലക്കുട്ടി സ്വയം മറന്നു നിന്നു. മഞ്ഞക്കുട്ടി ഓടി വന്ന് മഞ്ഞപ്പന്തുമെടുത്ത് തിരികെ തൻ്റെ കുന്നിലേക്ക് ഓടി കയറിപ്പോയി. നീ വല്ലതും കണ്ടോ എന്ന് അച്ഛൻ ചോദിച്ചെങ്കിലും ഒന്നും കണ്ടില്ല എന്ന് നീലക്കുട്ടി കള്ളം പറഞ്ഞു. നീല നിറം മാത്രം കണ്ടു ശീലിച്ച നീലക്കുട്ടിക്ക് വേറിട്ട ഒരു കാഴ്ച തന്നെയായിരുന്നു ആ മഞ്ഞക്കുട്ടി. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആശയത്തിൽ നിങ്ങൾക്ക് ഇത് എഴുതാം. അപ്പോൾ ഇത് ഒരു മാതൃക മാത്രമാണ്. അപ്പോൾ നമ്മൾ വിവരണമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് അതേപോലെ തന്നെ മഴവില്ല് വരയ്ക്കുന്നവർ എന്ന കഥ നൽകുന്ന സന്ദേശവും അതിനെ പറ്റിയിട്ടും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് ഉപന്യാസമാണ്. മലയാള നാടിൻ്റെ ഐശ്വര്യവും ലാളിത്യവും വിളിച്ചു പറയുന്ന പി കുഞ്ഞിരാമൻ നായരുടെ എങ്ങു പോയി എന്ന കവിത നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. മനുഷ്യനെ ആവോളം സ്നേഹിക്കുന്ന പ്രകൃതിക്ക് മനുഷ്യൻ തിരിച്ചു നൽകുന്നത് എന്താണ്? കുന്നിടിച്ചിലും മരങ്ങൾ വെട്ടിയും മണൽ വാരിയും. നിങ്ങൾ പഠിച്ച കാര്യങ്ങളും ചുറ്റുപാടുകളിൽ നിന്ന് മനസ്സിലാക്കിയ സംഗതികളും ചേർത്ത് ഒരു ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്നലെ അപ്ലോഡ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ ചോദ്യം തന്നെയാണ്. അപ്പോൾ ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. അതായത് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരു ഉപന്യാസം അല്ലെങ്കിൽ ഒരു പ്രഭാഷണം എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങ് പോയി എന്ന കവിതയിൽ എന്താ പറയുന്നത്? പി കുഞ്ഞിരാമൻ നായർ എന്താണ് പറയുന്നത്? മനുഷ്യൻ പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. അതിൽ നിന്ന് മാറി മനുഷ്യന് ജീവിക്കാൻ കഴിയുകയില്ല.
നമുക്ക് ജീവിക്കാൻ ആവശ്യമായ വായുവും വെള്ളവും ഭക്ഷണവും എല്ലാം നൽകുന്ന ആരാണ്? പ്രകൃതിയാണ്. എല്ലാ ജീവജാലങ്ങൾക്കും നിലനിൽക്കാൻ പ്രകൃതിയുടെ ദയവ് അത്യാവശ്യമാണ്. മരങ്ങളും മലകളും പുഴകളും തുടങ്ങി ഓരോന്നും പ്രകൃതിയുടെ അനുഗ്രഹങ്ങൾ തന്നെയാണ്. മരങ്ങളും മലകളും പുഴകളും തുടങ്ങിയ ഓരോന്നും പ്രകൃതിയുടെ അനുഗ്രഹങ്ങൾ തന്നെയാണ്. ഇങ്ങനെയുള്ള പ്രകൃതിയുടെ ജീവിവർഗങ്ങളെല്ലാം പരസ്പരം ആശ്രയിച്ച് കഴിയേണ്ടതാണ്. അതേസമയം പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിയേ നമുക്ക് ജീവിക്കാനും കഴിയും. എന്നാൽ നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചു കൊണ്ടാകരുത്. ആധുനിക കാലത്ത് പ്രകൃതിയുടെ മേലുള്ള മനുഷ്യൻ്റെ കടന്നുകയറ്റം എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ടാണ്. മരങ്ങൾ വെട്ടി നശിപ്പിച്ച് നമ്മുടെ ജീവവായുവിൻ്റെ ലഭ്യത ഇല്ലാതാക്കുന്നു. മഴമേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ പെയ്യുന്ന കാടുകൾ നശിപ്പിക്കുന്നു. ജലസംഭരണികളായ പുഴകൾ മണലൂറ്റുപോലും ഒഴുക്ക് നിലച്ച് നശിക്കുന്നു. പാടങ്ങൾ നികത്തി ഫ്ലാറ്റുകൾ നിർമ്മിച്ചു തുടങ്ങിയതോടെ അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾക്ക് മലയാളികൾ അന്യനാടുകളെ ആശ്രയിക്കേണ്ടി വരുന്നു. മനുഷ്യൻ്റെ അത്യാർത്തി മൂലം പ്രകൃതി നൽകിയ സൗഭാഗ്യങ്ങളെല്ലാം കൊള്ള ചെയ്യുകയാണ്. ഈ ക്രൂരതകളോടുള്ള പ്രകൃതിയുടെ പ്രതികരണമാണ് വരൾച്ചയായും വെള്ളപ്പൊക്കവുമായും പ്രത്യക്ഷപ്പെടുന്നത്. ഇതാണല്ലോ ഈ അടുത്ത കാലത്ത് കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കം നൽകുന്ന പാഠവും. നൂറുകണക്കിന് ജീവനുകളും കോടിക്കണക്കിന് രൂപയുടെ മറ്റ് നാശനഷ്ടങ്ങളുമാണ് കേരളത്തിലുണ്ടായത്. ഈ ദുരന്തത്തിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നതിൽ മനുഷ്യൻ്റെ ദുരാഗ്രഹത്തിന് വലിയ പങ്കാണുള്ളത്. അതിനാൽ നാം പരിസ്ഥിതി നാശത്തിന് കാരണമാക്കുന്ന പ്രകൃതി ചൂഷണം അവസാനിപ്പിക്കണം. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് തിരിച്ചറിയണം. പ്രകൃതിയുടെ നിലനിൽപ്പ് നമ്മുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി പ്രകൃതി സംരക്ഷണ പ്രവർത്തനവുമായി നാം മുന്നോട്ട് പോകണം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് നാം തിരിച്ചറിയണം. പ്രകൃതിയുടെ നിലനിൽപ്പ് നമ്മുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി പ്രകൃതി സംരക്ഷണ പ്രവർത്തനവുമായി നാം മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് എഴുതുക. ഇനി നമുക്കൊരു അനുഭവക്കുറിപ്പാണ് എഴുതാനുള്ളത്. ബാല്യകാലത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന MTയുടെ വിഷുക്കണി എന്ന പാഠഭാഗം വായിച്ചിട്ടുണ്ട്. കയ്പും മധുരവും നിറഞ്ഞ നിരവധി അനുഭവങ്ങൾ നമുക്കുണ്ടാകുമല്ലോ. നിങ്ങളുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു സംഭവത്തെക്കുറിച്ച് അനുഭവക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷമുള്ളതാവാം, അല്ലെങ്കിൽ സങ്കടമുള്ള നിരവധി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നിങ്ങളോട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് കുറിപ്പ് തയ്യാറാക്കാനാണ്. ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ. ആരലൻ ഗുരുനാഥൻ ആരലൻ ഗുരുനാഥർ പരിധിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്നോ. ഒളപ്പമണ്ണയുടെ എൻ്റെ വിദ്യാലയം എന്ന കവിതയിലെ നിങ്ങൾ പഠിച്ച വരികളാണ്. ഈ ലോകത്ത് നിന്ന് ഞാൻ പലതും പഠിക്കുന്നു, എല്ലാവരും എൻ്റെ ഗുരുക്കന്മാരാണ്. ഈ രണ്ട് കവിതാ ശകലങ്ങളും പരിശോധിച്ചുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങളുടെ സ്വന്തം അഭിപ്രായവും ചേർക്കാൻ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ആദ്യത്തെ കവിത ആരുതാണ്? വെള്ളത്തോൾ നാരായണ മേനോൻ്റെയാണ്. അപ്പോൾ വെള്ളത്തോൾ എന്താണ് പറയുന്നത്? ലോകമേ തറവാട്, ഈ ലോകം എൻ്റെ തറവാടാണ്. ഈ ചെടികളും ഈ പുല്ലുകളും ഈ പുഴുക്കളും എല്ലാം എൻ്റെ കുടുംബക്കാരാണ്. അപ്പോൾ ഈ ലോകം തന്നെ എൻ്റെ തറവാടാണ്. ഇവിടെയുള്ള എല്ലാ സഹജീവികളും സർവ്വചരാചരങ്ങളും എൻ്റെ സ്വന്തം ആൾക്കാരാണ് എന്നാണ് വെള്ളത്തോൾ പറയുന്നത്. രണ്ടാമത്തേത് നമ്മൾ പഠിച്ച വരികളാണ്, ഒളപ്പമണ്ണയുടെ വരികളാണ്. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് പറയുന്നത്? പ്രകൃതിയാണ് ഏറ്റവും വലിയ വിദ്യാലയം, അല്ലേ? പ്രകൃതിയിൽ നിന്നാണ് എല്ലാ അറിവും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ മനുഷ്യന് ലഭിച്ചത് വായു, ജലം, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവയെല്ലാം പ്രകൃതിയുടെ വരദാനമാണ്. അതേപോലെ തന്നെ ദയ, സ്നേഹം, കരുണ, കരുതൽ, പരോപകാരം എന്നിവ പഠിക്കുന്നതും നാം പ്രകൃതിയിൽ നിന്നാണ്. ഓക്കെ. അപ്പോൾ പുഴകളും വനങ്ങളും കുന്നുകളും ചെടികളും എല്ലാം ഉൾപ്പെടുന്ന പ്രകൃതിയിൽ നിന്ന് മാറി ജീവിക്കാൻ നമുക്ക് ഒരിക്കലും കഴിയുകയില്ല. അതേപോലെ തന്നെ ശാന്തമായ മനസ്സിന് പ്രകൃതി എന്നും കൂട്ടാണ്. പ്രകൃതിയിലെ സർവ്വചരാചരങ്ങളും നമുക്ക് ഗുരുക്കന്മാരാണ്. പൂവും പുല്ലും വണ്ടുമെല്ലാം നമ്മെ ഓരോരോ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. തന്നെ വെട്ടിമുറിച്ച് ദ്രോഹിക്കുന്നവർക്ക് കൂടി തൻ്റെ തണൽ നൽകുന്ന വൃക്ഷങ്ങൾ പ്രതിഫലം ഇച്ഛിക്കാതെയുള്ള പരോപകാരത്തിന് ഉത്തമ മാതൃകയാണ്. അപ്പോൾ പ്രകൃതിയെ ഒരു വലിയ പാഠശാലയായി കണ്ട് നമ്മെ പോറ്റി വളർത്തുന്ന അമ്മയായി കണ്ട് അതിനെ നമ്മൾ സംരക്ഷിക്കണം.
അതാണ് ഈ ഒരു വാക്യത്തിൻ്റെ ഈ ഒരു കവിതയുടെ ഒരു ആശയം. ഇനി നമുക്ക് അടുത്തത് ഒരു ആസ്വാദനക്കുറിപ്പാണ്. അപ്പോൾ 1000 കിളികൾ വിരുന്നെത്തുന്ന ആവണിപ്പാടത്തെ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ. കവിതയിലെ മറ്റ് ആശയങ്ങൾ, സവിശേഷ പ്രയോഗങ്ങൾ എന്നിവ കൂട്ടിച്ചേർത്ത് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ഇത് ആരുടെ കവിതയാണെന്നുണ്ടാവും. അപ്പോൾ ഇന്ന ആളുടെ ഇന്ന കവിതയാണ്. ഓക്കെ, അത് എഴുതുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ എഴുതുക. അത് അപ്പോൾ നമ്മളൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ നമ്മൾ കവിത വായിച്ച് നോക്കുക. കവിത വായിച്ച് നോക്കിയിട്ട് അതെന്തിനെക്കുറിച്ചാണ് എന്ന് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ആവണിപ്പാടത്തെക്കുറിച്ചാണ്. ആവണിപ്പാടം കുളിച്ചു തോർത്തി മുടിയാകെ വിടർത്തി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ, ഈ കവിതയുടെ ആശയം ഇതൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ട് നിങ്ങൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയായി കാണാം. താങ്ക് യു.